നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിയമസഹായ സമിതിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ നൽകും. കേസിൽ വിധി പറയും മുമ്പുള്ള നടപടിക്രമങ്ങൾ ഇതോടെ പൂർത്തിയാകും. പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി എന്നാകുമെന്നും ഇന്ന് അറിയാനാകും എന്നാണ് മനസ്സിലാകുന്നത്. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ചെന്താമര കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും ശിക്ഷാവിധി എന്താകും അത് കാത്തിരിക്കുകയാണ് കേരളം. വധശിക്ഷയിലേക്ക് പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും നടപടിക്രമങ്ങൾ ഇന്നത്തോടുകൂടി പൂർത്തിയാകും എന്ന് മനസ്സിലാകുമ്പോഴേക്കും അധികം വൈകാതെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് എന്ന് വേണോ കണക്കാക്കാൻ? ഹരി, ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങളാണ് കേരളത്തിന് ഇനിയിപ്പോൾ ഈ ചെന്താമര കേസിൽ അറിയാനുള്ളത്. എന്നാകും വിധി, എന്താകും വിധി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അത് എന്നാകും എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരുപക്ഷെ ഇന്നത്തോടെ ഒരു മറുപടി കിട്ടും. ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ ഒരുപക്ഷെ അതിൽ വാദം കേൾക്കുന്ന നടപടി ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ വിധി എന്നാണെന്ന് പ്രഖ്യാപിക്കുക. അതല്ലെങ്കിൽ കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കുന്ന തരത്തിലേക്ക് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കും. തുടർന്നായിരിക്കും വിധി പറയുന്ന ദിവസം പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഇതിൽ വലിയ വാദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ന് വിധി പറയുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. ഇന്ന് തന്നെ അക്കാര്യം അറിയുകയും ചെയ്യാം. മിറ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മനോപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ, കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടോ, ഇയാളെ പൊതുസമൂഹത്തിന് ഭീഷണിയില്ലാത്ത രീതിയിലായിട്ടുണ്ടോ, ഈ ജയിൽവാസം അയാളുടെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുള്ള നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടാണ്. ഇയാളെ പെരുമാറ്റവും അതൊക്കെ ഇതിൻ്റെ ഘടകമായിട്ട് വരും. പക്ഷേ അത് പരിഗണിക്കുമ്പോൾ തന്നെയാണ് ജയിലിൽ വെച്ചുള്ള പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ജഡ്ജിയോട് ചോദിച്ചപ്പോൾ അയാൾ വളരെ ധിക്കാരത്തോടെ മറുപടി പറഞ്ഞതൊക്കെ. സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പിലുള്ള ഒരു കാര്യം. ഇയാൾ കുറ്റക്കാരനാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇയാൾക്ക് എതിരെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് തെളിയിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകുക എന്ന പ്രോസിക്യൂഷൻ വാദം അത് ഇനി കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പ്രായം കണക്കിലെടുത്ത് ഇളവ് നൽകരുതെന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യം കോടതി ഉൾക്കൊള്ളുമോ തള്ളുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയോടെ ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. എപ്പോൾ വിധി പറയുമെന്ന കാര്യത്തിൽ ഇന്ന് കൃത്യമായ ഒരു തീയതി അറിയാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഹരി, ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനവും അനുമോദ് തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നാകും എന്താകും എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ ചെന്താമര കേസിലായതിൽ എന്നാകും എന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാകും. എന്താകും എന്നുള്ളത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.